प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭവർത്തവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം 2ാം അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ അധ്യായം ബുദ്ധിയോഗത്തെ കുറിച്ച് വർണ്ണിക്കുന്നു. ആ ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ബുദ്ധിയോഗത്തിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ബുദ്ധിയോഗത്തിന്റെ മേന്മയെക്കുറിച്ചും ബുദ്ധിയോഗം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ഡത്തിൽ നിന്നും ഉപരിയാണെന്നും ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നവൻ വീണ്ടും വേദശാസ്ത്രങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നും അതിലുപരിയായിട്ട് ഒരു വ്യക്തി വരണമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിയോഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിയോഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭോഗൈശ്വര്യ പ്രസക്താനം തയ അപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയതേ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ. ആ ഭഗവാനിലേക്ക് തിരിച്ചെത്തുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ ഗുരുനന്ദന. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആ വ്യവസായാത്മിക ബുദ്ധിക്ക് ഉള്ളൂ. ബഹുശാഖാന്യനന്താശ ബുദ്ധിയോ അവ്യവസായം. ആ ബുദ്ധിയോഗത്തിലേക്ക് വരാത്തവർക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ബുദ്ധിയോഗത്തിൽ ഉള്ള വ്യക്തിക്ക് എന്താണ് ലക്ഷ്യം? ഭഗവാന്റെ സമീപത്തെത്തുക, ഭഗവാനെ തൃപ്തിപ്പെടുത്തുക. ഇത് മാത്രമാണ് ബുദ്ധിയോഗത്തിലുള്ള വ്യക്തിയുടെ ലക്ഷ്യം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ആ ബുദ്ധിയോഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള പ്രയോജനങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നതാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ 49ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ആ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ ഒരു വ്യക്തിക്ക് മനസ്സിന്റെ താഴ്ന്ന തരം ചിന്തകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്നത് ബുദ്ധിയോഗത്തിന്റെ സഹായത്താൽ ഒഴിവാക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു പ്രക്രിയയും ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മനസ്സ് താഴ്ന്ന നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഭൗതിക നിലവാരത്തിൽ മാത്രമാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. അതിനെ സ്വാഭാവികമായിട്ട് വളരെ ലളിതമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ് ബുദ്ധിയോഗം എന്ന് 49ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. ദൂരേണ ഹവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ഫലഹേതവ. ഹവരം കർമ്മ, താഴ്ന്ന കർമ്മങ്ങളെയൊക്കെ ബുദ്ധിയോഗം കൊണ്ട് നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവനത്തിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ചിന്താ പദ്ധതികൾ മുഴുവൻ മാറും. ആ വ്യക്തിയുടെ ബോധം ഉയർന്ന നിലവാരത്തിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് താഴ്ന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. വളരെ പ്രയാസമാണ്, എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ചിത്ത സ്വഭാവങ്ങളൊക്കെ, ദുഷ്പ്രവണതകളൊക്കെ, അനാവശ്യമായിട്ടുള്ള ശീലങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. അല്ലെ, നമ്മൾ ഒരു കുട്ടിയുടെ ഉദാഹരണം പറയാറുണ്ട്. ഒരു കുട്ടി, ചെറിയ കുട്ടി എന്തെങ്കിലും അപകടകരമായിട്ടുള്ള ഒരു വസ്തുവിനെ കൊണ്ട് കളിക്കുകയാണെങ്കിൽ, ഒരു കത്തിയെടുത്ത് കളിക്കുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ആ കുട്ടിയുമായിട്ട് പിടിവലി കൂടാൻ പോയി കഴിഞ്ഞാൽ
അപകടം ഉണ്ടാകാൻ സാധ്യത, കത്തി കൊണ്ട് മുറിയാം, രണ്ടുപേരുടെ ശരീരത്തിൽ മുറിവ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് പിടിവലി കൂടാതെ ആ കുട്ടി ആ കത്തിയെ ഉപേക്ഷിക്കുന്നതിന് എന്ത് ചെയ്താൽ മതി? ആ കുട്ടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു നല്ല കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ കത്തി ഉപേക്ഷിച്ച് സ്വാഭാവികമായിട്ടും ഈ കളിപ്പാട്ടം എടുത്ത് കളിക്കാൻ തുടങ്ങും. ഈ കുട്ടിയെ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും എന്നാണ് പറയുന്നത്. മനസ്സിന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും കളിക്കാൻ കൊടുക്കണം. മനസ്സിന് ശൂന്യമായിട്ടിരിക്കാൻ സാധിക്കുക, എന്തെങ്കിലുമൊക്കെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉയർന്ന ചിന്തയിലേക്ക് മനസ്സ് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്ത, ഭഗവാന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഒക്കെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സ് താഴ്ന്ന തരം പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്ത നിർത്തും, ഉപേക്ഷിക്കും. അല്ലെ? കാരണം മനസ്സ് ഓരോ സമയത്തും ഓരോ ചിന്തകളിലാണ് ഉണ്ടാവും. ഉയർന്ന ചിന്തയിലാണെങ്കിൽ ആ സമയത്ത് മനസ്സ് താഴ്ന്ന ചിന്തയിലേക്ക് പോകാതെ നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കും. അത് ബുദ്ധിയോഗത്തിന്റെ ഒരു പ്രയോജനമായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാ ഫലഹേതവ. എനിക്കൊരു മോശം സ്വഭാവമുണ്ട്, അതെനിക്ക് തന്നെ അറിയാം, പക്ഷെ അതിനെ എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഈ ബുദ്ധിയോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബുദ്ധിയോഗം ചെയ്താൽ മതി. ദൂരേണ ഹ്യവരം കർമ്മ, താഴ്ന്ന ചിന്തകളൊക്കെ, നമ്മുടെ മോശം സ്വഭാവമൊക്കെ, നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള സ്വഭാവമൊക്കെ താനെ പോയിക്കോളും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാ ബലഹേതവ. ഇത്രയും ഒരു അവസരം കിട്ടിയിട്ടും അത് ഉപയോഗിക്കാത്തവൻ കൃപണനാണ്. വീണ്ടും ഫലോദ്ദിഷ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ ഭക്തി ഉപയോഗിക്കുന്നതെങ്കിൽ അവൻ ഒരു കൃപണനാണ്, പിശുക്കനാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ബുദ്ധിയോഗത്തിന്റെ ആദ്യത്തെ പ്രയോജനം പറഞ്ഞു, താഴ്ന്ന തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും, ബോധത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ബുദ്ധിയോഗത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസം 50-ാമത്തെ ശ്ലോകം വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നു, ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായുജ്യസ്യ യോഗ കർമ്മസു കൗശലം. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ പൂർവജന്മത്തിലുള്ള ഉഭേ, 2 തരം കർമ്മങ്ങളുടെ സഞ്ചയവും ഇല്ലാതാവും. പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് ഉപേക്ഷിക്കാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കും. പുണ്യകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ജന്മം എടുക്കണം, പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. പക്ഷെ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ 2 തരം കർമ്മത്തെയും ഒഴിവാക്കാൻ സാധിക്കും. ജഹാദീഹ, അതിനെ രണ്ടിനെയും വലിച്ചെറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. ഉഭേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെയും, സുഹൃതം ദുഷ്കൃതം 2നെയും ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് ഭഗവാൻ പറയുകയാണ്. തസ്മാത്, അതുകൊണ്ട്, യോഗായ യുജ്യസ, ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. ഈ ബുദ്ധിയോഗത്തിലേക്ക് വരാൻ ശ്രമിക്കും. തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ പുതിയ കർമ്മങ്ങളൊന്നും ഉണ്ടായി വരുന്നില്ല, പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല ബുദ്ധിയോഗം. അതുകൊണ്ട് എല്ലാവരും ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്ന് ഭഗവാൻ തന്നെ ഇവിടെ നിർദ്ദേശിക്കുകയാണ്. തസ്മാ, അപ്പോൾ നേരത്തെ കർമ്മമാർഗത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എല്ലാവരും കർമ്മയോഗത്തിലേക്ക് വരണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. തസ്മാത് യോഗായ യുജ്യസ്യ, അതുകൊണ്ട് എല്ലാവരും ഈ ബുദ്ധിയോഗത്തിലേക്ക് വരണം. യോഗ കർമ്മസു കൗശലം, ആ ബുദ്ധിയോഗത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നതാണ് ശരിയായിട്ടുള്ള കർമ്മത്തിന്റെ പ്രവർത്തനം എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്താണ് ബുദ്ധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കുക. ഭഗവാൻ പറയുന്നത് എന്താണോ അത് പ്രവർത്തിക്കുക. ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്. 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, അല്ലെ,
യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ മത് അർപ്പണം. അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. എന്ത് കർമ്മവും ചെയ്യുന്നു അത് ഭഗവാനുമായി ബന്ധപ്പെടുത്തി ചെയ്യുക, അത്രേ ഉള്ളൂ. യത് കരോഷി, എന്ത് ചെയ്യുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. യത് കരോഷി യത് അസ്നാസി, എന്ത് ഭക്ഷിക്കുന്നു, എന്താണോ ഭക്ഷിക്കുന്നത്. യത് അസ്നാസി യത് ജുഹോഷി, എന്താണോ യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, എന്ത് യജ്ഞമാണോ ചെയ്യുന്നത്. ദദാസിയത്, എന്ത് ദാനമാണോ നൽകുന്നത്. തത് കുരുഷമതർപ്പണം. യത് തപസ്യസി, എന്ത് തപസ്സാണോ ചെയ്യുന്നത്, ആ തപസ്സൊന്നും ഉപേക്ഷിക്കേണ്ട, ഇതുവരെയുള്ള പ്രവർത്തനം ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ പ്രവർത്തനത്തിനൊക്കെ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഒന്ന് മാറ്റണം, അത്രയേ ഉള്ളൂ. അതാണ് യോഗം എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബന്ധപ്പെടുത്തുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം. പക്ഷേ ആ ഭക്ഷണം എന്താക്കി മാറ്റണം, ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണമാക്കി മാറ്റണം. അതിനെന്ത് ചെയ്താൽ മതി, ഭഗവാന് കൊടുത്താൽ മതി ആദ്യം. അപ്പോൾ ഭഗവാന്റെ പ്രസാദമായി അത് കഴിക്കാം. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്തതിനാണ് വിയോഗം എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് ബന്ധമില്ല, വിയോഗം, കണക്ഷൻ ഇല്ല. പക്ഷേ എല്ലാ പ്രവർത്തനത്തിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിൽ മാറ്റിമറിക്കുന്ന സമയത്ത് നമ്മൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ വലിയ താല്പര്യമാണ്. ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളുകളാണ് അല്ലെ. ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫോൺ താഴെ വയ്ക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. സംസാരിക്കാനുള്ള നമ്മൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നില്ല ഒരിക്കലും സംസാരിക്കരുത്, മിണ്ടാതിരിക്കണം, മൗനമായിട്ടിരിക്കണം. അങ്ങനെ ഭഗവാൻ പറയുന്നില്ല. സംസാരിച്ചോ, എപ്പോഴും സംസാരിച്ചോ. പക്ഷെ എന്ത് സംസാരിക്കണം, സതതം കൃത്യം തോന്നാം. എപ്പോഴും എന്നെ കുറിച്ച് സംസാരിച്ചോ, സതതം എപ്പോഴും സംസാരിച്ചോളൂ. ആരെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്, എന്നെ കുറിച്ച് സംസാരിക്കും ഭഗവാൻ പറയും അല്ലെ. അപ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ആ കർമ്മബന്ധം നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് കീർത്തനമായിട്ട് മാറും. സതതം കീർത്തയം തോമാം. അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഭഗവാനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനെന്ത് വേണം, നമ്മൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കുന്നതും ആരെ കുറിച്ചായിരിക്കണം, ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കണം. ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങളിൽ എന്തെല്ലാം ചെയ്തു, ഭഗവാൻ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തു, ഇങ്ങനെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ആ കേൾവി ശക്തി അതും ഭഗവാന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിനെയാണ് യോഗം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. യോഗ കർമ്മസു കൗശലം. ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് കർമ്മഫലമില്ല. അല്ല, അതാണ് അർജുനോട് പറയുന്നത്, നീ യുദ്ധം ചെയ്തോളൂ, ധൈര്യമായിട്ട് യുദ്ധം ചെയ്തു. എത്ര പേരെ കൊന്നു കഴിഞ്ഞാലും നിനക്ക് കർമ്മഫലം ഇല്ല. കാരണം എന്താണ്, ഭഗവാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നു തസ്മാത് യോഗായ യുജ്യസ്വ. ഭഗവാൻ പറയുന്നു തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയം. എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. ആരാണ് പറയുന്നത്, ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞ് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് അർജുനന് ആ യുദ്ധത്തിൽ എത്ര പേരെ കൊന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, അത് ഭഗവത് സേവനമായിട്ട് മാറും. ഭഗവാൻ പറഞ്ഞിട്ട് ചെയ്യുന്നു. അർജുനൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചെയ്യുന്നത്. അർജുനന് സ്വന്തം ഇഷ്ടപ്രകാരം യുദ്ധം ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. അർജുനൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ, എനിക്ക് യുദ്ധം ചെയ്യണ്ട. നകാംക്ഷേ വിജയം കൃഷ്ണ നച്ച രാജ്യം സുഖാനിച്ച. എനിക്ക് രാജ്യവും വേണ്ട, വിജയം വേണ്ട, ഈ യുദ്ധവും വേണ്ട. ഈ യുദ്ധം കൊണ്ട് ഒരു സുഖവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നച്ച ശ്രേയോന് പശ്യാമി അത്വാ സ്വജനമാഹവേ. ഞാൻ കൊല്ലേണ്ടത് ആരൊക്കെയാണ്, എന്റെ ബന്ധുജനങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് യുദ്ധം വേണ്ട, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ നിർത്തിയത്. അപ്പോൾ ഇപ്പോൾ യുദ്ധം ആരുടെ താല്പര്യമാണ്, ഭഗവാന്റെ താല്പര്യമാണ് യുദ്ധം. ഭഗവാന്റെ പദ്ധതിയാണ് യുദ്ധം. അതുകൊണ്ട് ആരാണ് പറയുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്, ഭഗവാൻ തന്നെ പറഞ്ഞതുകൊണ്ട്
അർജുനൻ യുദ്ധം ചെയ്തു. അതിന്റെ യാതൊരു പാപപ്രതികരണവും ആർക്കും ഏൽക്കേണ്ടി വരില്ല, അർജുനന് ഏൽക്കേണ്ടി വരില്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ആരുടെ പ്രവർത്തനമാണ്? നമ്മുടെ പ്രവർത്തനമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്നത്. അതിന്റെ കർമ്മഫലം ആര് സ്വീകരിക്കണം? നമ്മൾ തന്നെ സ്വീകരിക്കണം. പക്ഷേ ഭഗവാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് ഗുരു പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പിന്നെ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കല്ല, അതിന്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകത. അങ്ങനെ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ആ ബുദ്ധിയോഗമാണ് കർമ്മഫലം അനുഭവിക്കാതെ പ്രവർത്തിക്കാനുള്ള കർമ്മകുശലതയാണ് യോഗം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു 50-ാമത്തെ ശ്ലോകം വരെ. ഇന്ന് നമുക്ക് 51-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തിക്വാ മനീഷിന ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. 51-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ബുദ്ധിയോഗത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്കത് നോക്കാം. 51-ാമത്തെ ശ്ലോകം വായിക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമ്മൾക്ക് നോക്കാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഉഷാമാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശ്രീമദ് ഭാഗവതം 10:14-58 വിവരിക്കുന്നുണ്ട്. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യ യശോ മുരാരേ ഭവാംബുധിർ വത്സ പദം പരംപത് പദം പദം യത് വിഭപദാം നതേഷാം. പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകഴ്പെറ്റവനുമായ കൃഷ്ണന്റെ ചരണ പല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവയ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. ഓരോ അടിവയ്പിലും ആപത്തുള്ള ദുരിതപൂർണമായ ഒരിടമാണ് ഈ ഭൗതിക ലോകമെന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണത ഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെങ്ങും ഏതു വിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്കറിഞ്ഞുകൂടാ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിത ക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങും കൊടികുത്തി വാഴുന്നുണ്ട്. ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസ്യമാണ് തന്റെ മൂലസ്വരൂപം എന്നതിനെ കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിന്റെയും മരണത്തിന്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠലോകം പോകാൻ അർഹനാകുന്നു. തന്റെ മൂലസ്വരൂപം മനസ്സിലാക്കുകയെന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവാത്മാവിന്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നു തന്നെയെന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ്. ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ അയാളെ കൊണ്ടാവില്ല.
സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തന്റെ നില ദാസന്റേതാണ് എന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠപദ പ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു. കൃഷ്ണനു വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്നു തന്നെയോ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിനാം ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കാനും ഈ ബുദ്ധിയോഗത്തിന് സാധിക്കുന്നതാണ്. കർമ്മജം ബുദ്ധിയുക്താഹി, ആ ബുദ്ധിയുടെ സഹായത്തോടുകൂടി, ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടുകൂടി. ബുദ്ധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ പറയുന്നത് ചെയ്യുക, അതാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ആ ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടു കൂടി ഫലം ത്യക്ത്വാ മനീഷിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. ബുദ്ധിയോഗത്തിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നതിലൂടെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെല്ലാം ഒഴിവാക്കി, ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും ഓരോ കർമ്മഫലം ഉണ്ടാകും. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ ഓരോരോ കർമ്മഫലങ്ങൾ ഉണ്ടാകും. പക്ഷെ ഭഗവാൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ആ കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം മുക്തനായി ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. ഇനി ജന്മമെടുക്കേണ്ടാത്ത ഒരവസ്ഥയിൽ ഒരു വ്യക്തി എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഇനി ആ വ്യക്തിക്ക് പുനർജന്മമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലെത്തും. ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. എന്നിട്ട് ആ വ്യക്തിക്ക് പദം, ആ പരമപദത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പദം ഗച്ഛന്തി അനാമയം. അനാമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ്, ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ആമയം. അനാമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥ. ദുഃഖമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത് ബുദ്ധിയോഗത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഭഗവാൻ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഇതുവരെയുള്ള എല്ലാ കർമ്മങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കും. ഇനി കർമ്മങ്ങൾ ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തെയും ഇല്ലാതാക്കാൻ സാധിക്കും. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ പിന്നീട് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാകുന്നില്ല, പുതിയതായിട്ട് കർമ്മങ്ങൾ ഉണ്ടായി വരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ പിന്നെ പുതിയൊരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല, പുനർജന്മം ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് ജന്മബന്ധ വിനിർമുക്ത. അടുത്ത ജന്മം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ജന്മത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപത്തെ. ഈ ജന്മത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നു, അത് അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു ശരീരം സ്വീകരിക്കും. ദേഹാന്തരപ്രാപ്തി, പുതിയൊരു ശരീരത്തിലേക്ക് പോകും. പക്ഷേ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഒരു ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. പിന്നെ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ആ വ്യക്തി അലിഞ്ഞില്ലാതാവുന്നില്ല. മുക്തി നേടിയത് കൊണ്ട് ആ വ്യക്തി എവിടെയും ഇല്ലാതായി പോകുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കും? പദം ഗച്ഛന്തി അനാമയം. ഒരു ദുഃഖവും ദുരിതവും അനുഭവിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക്, വൈകുണ്ഠ ലോകത്തിലേക്ക് ആ വ്യക്തിക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭൗതിക ലോകത്തിൽ ജീവിച്ച് കോടിക്കണക്കിന് ജന്മങ്ങളിൽ ഭൗതിക ലോകത്തിൽ ജീവിച്ച് ഒരു വ്യക്തിക്ക് ദുഃഖമില്ലാത്ത അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ വലിയ സംശയമാണ്. ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല, എല്ലാ സമയത്തും ദുഃഖമുണ്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത്. ദുഃഖവും ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലെത്തി. ദുഃഖത്തിന് അത്രയും അടിമകളായിട്ട് മാറിയിരിക്കുകയാണ് ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വൈകുണ്ഠ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
അത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ദുഃഖമില്ലാത്ത ഒരു ലോകമോ, ദുഃഖമില്ലാത്ത ലോകമുണ്ടോ? എല്ലാ ലോകത്തിലും ദുഃഖമുണ്ടാകും എന്നാണ് അവര് വിചാരിക്കുന്നത്. പക്ഷെ ഭക്തന്മാർ ആ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. മനീഷിന എന്നാണ് ഭഗവാൻ പറയുന്നത്. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ചിന്ത ഈ ലോകത്തിനെ കുറിച്ചല്ല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭവാംബുദിർ വത്സപദം പരംപദം പദം പദം യത് വിപദാന്തേഷ. ഓരോ സ്റ്റെപ്പിലും ഓരോ പദത്തിലും പദം പദം വിപദം, ഓരോ അവസ്ഥയിലും എന്തെങ്കിലും ദുരിതമുണ്ടാകാൻ സാധ്യതയുള്ള ഭൗതിക ലോകത്തിനെ കുറിച്ചല്ല അവര് ചർച്ച ചെയ്യുന്നത് എന്നാണ്. ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ഏത് നിമിഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം. മനസ്സിനെ ദുഃഖപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം, മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടാം. അത് ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതയാണ്. പദം പദം വിപദം, ഓരോ സ്റ്റെപ്പിലും അപകടമുണ്ട്. ഭൗതിക ലോകത്തിൽ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഭൗതിക ലോകത്തിലെ ജീവിതത്തിനെ കുറിച്ചല്ല ഭക്തന്മാർ സംസാരിക്കുന്നത് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അവരുടെ ലക്ഷ്യം പദം പദം വിപദം ന തേഷാം. അവർ ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചേ അല്ല ചിന്തിക്കുന്നത്, ഭൗതിക ലോകത്തിനെ കുറിച്ചേ അല്ല അവർ ചർച്ച ചെയ്യുന്നത്. പക്ഷെ നമ്മളെന്താണ് ചർച്ച ചെയ്യുന്നത്? എനിക്ക് ഇന്നൊരു പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാം, എൻ്റെ ഈ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാം, എനിക്ക് ഇന്നത് നേടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനെയാണ് മോഹം എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ ഈ ശരീരം മാറി വേറൊരു ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥ മാറി വേറൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സുഖമായി എന്ന് വിചാരിക്കുന്നത് മോഹമാണ്, തെറ്റിദ്ധാരണയാണ്. കാരണം ആ അവസ്ഥയിലെത്തിയാലും നമ്മൾക്ക് പ്രത്യേകിച്ച് സുഖമൊന്നും ഉണ്ടാവില്ല, ഇപ്പോഴുള്ളതുപോലൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ നേരത്തേതായിരുന്നു ഇതിനേക്കാൾ ബെറ്റർ എന്ന് വിചാരിക്കും. അതാണ് ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥ ബുദ്ധിമാന്മാർ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. പദം പദം യത് വിപദം ന തേഷാം. അതിനെക്കുറിച്ചല്ല ബുദ്ധിമാന്മാർ ചിന്തിക്കുന്നത്. അവര് അനാമയം, ദുഃഖമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് അവര് ചിന്തിക്കുന്നത്. ഒരിക്കലും ദുഃഖം ബാധിക്കാത്ത അവസ്ഥയുണ്ടെന്ന് ഭൗതിക ലോകത്തിൽ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർക്ക് അതിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ അവർക്ക് അതിൽ എത്തിച്ചേരാൻ സാധിക്കും. പദം ഗച്ഛന്തി അനാമയം. ആ അനാമയമായിട്ടുള്ള, ദുഃഖമില്ലാത്ത, ആനന്ദം മാത്രമുള്ള അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. ജീവന്റെ യഥാർത്ഥ സ്വഭാവം ആനന്ദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആർക്കും ദുഃഖം ഇഷ്ടപ്പെടാത്തത്. അല്ലെ, ആർക്കാണ് ദുഃഖം ഇഷ്ടമുള്ളത്? ആർക്കും ദുഃഖം ഇഷ്ടമില്ല. പക്ഷെ നമ്മളെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആനന്ദം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ആർക്കും ആനന്ദം ഇഷ്ടപ്പെടാതില്ല. പക്ഷെ നമുക്ക് ആനന്ദം ലഭിക്കുന്നില്ല. അപ്പോൾ ജീവന്റെ സ്വഭാവമാണ് ആനന്ദിക്കുക എന്നുള്ളത്. പക്ഷെ അതിവിടെ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ബുദ്ധി. ആ ബുദ്ധിമാന്മാർ ഭഗവാനെ സേവിച്ച് അവിടേക്ക്, ആ വൈകുണ്ഠ ലോകത്തേക്ക് തിരിച്ചെത്തും. അതിന് സഹായിക്കുന്നതാണ് ബുദ്ധിയോഗം. ബുദ്ധിയോഗം നമ്മളെ ഈ ഭൗതിക ലോകത്തിലുള്ള ഏതെങ്കിലും ലോകത്തിലേക്കല്ല എത്തിക്കുന്നത്. പദം ഗച്ഛന്തി അനാമയം, ഏറ്റവും ഉന്നതമായിട്ടുള്ള പദത്തിലേക്കാണ്, ഭഗവാന്റെ തന്നെ ലോകത്തിലേക്കാണ് ഈ ബുദ്ധിയോഗം, നേരിട്ടുള്ള ബുദ്ധിയോഗം നമ്മളെ എത്തിക്കുന്നത് എന്നിവിടെ ഭഗവാൻ വിശദീകരിക്കുക. അപ്പോൾ അത് ബുദ്ധിയോഗത്തിന്റെ അടുത്ത ഒരു പ്രയോജനമാണ് പദം ഗച്ഛന്തി അനാമയം. ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. ഇനിയും ഒരു ജന്മം എടുക്കേണ്ടാത്ത അവസ്ഥയിലെത്തും. അതേപോലെ തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകാനും സാധിക്കും. പദം ഗച്ഛന്തി അനാമയം. അതിന് ഉള്ള മാർഗമാണ് ഈ ബുദ്ധിയോഗം എന്ന്. മറ്റുള്ള വേദനിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എത്താൻ സാധിക്കുന്നില്ല. ഓരോ വേദ മന്ത്രങ്ങളിലും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലും മറ്റു ലോകങ്ങളിലേക്ക്, ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഇന്ദ്രനിലേക്ക് പോകാം, ചന്ദ്രനിലേക്ക് പോകാം, സൂര്യലോകത്തിലേക്ക് പോകാം, ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ വരെയുള്ള വഴികൾ വേദങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട്.
ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ത്രൈവിദ്യ മാം സോമപാം, ത്രൈവിദ്യ ഏവം ത്രൈധർമ്മ മനഃപ്രപന്ന ഗതാഗതം കാമകാമാനുബന്ധേ. 3 വേദങ്ങളും അനുസരിച്ചു കഴിഞ്ഞാലും എവിടേക്കാണ് എത്താൻ സാധിക്കുന്നത്? ഗതാഗതം, ഉയർന്ന ലോകത്തിലേക്ക് പോകാം, പിന്നെ താഴോട്ട് തിരിച്ചു വരാം. അങ്ങനെയാണ് വേദം മുഴുവൻ അനുസരിച്ചാലും നമ്മൾക്കുണ്ടാകുന്ന ഗതി. പക്ഷെ നേരിട്ടുള്ള ഭക്തിയോഗം, ഭഗവാന്റെ ബുദ്ധിയോഗം അനുസരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ തിരിച്ചു വരേണ്ടാത്ത പദം ഗച്ഛന്തി അനാമയം, ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കും. അത് ബുദ്ധിയോഗത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിയോഗത്തിലെത്തിയവർ വീണ്ടും ആ വേദങ്ങളിലുള്ള മാർഗങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് കുറച്ച് വലിയ ഭാവാർത്ഥമാണ്. നമ്മൾക്കത് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വായിച്ചത് 51ാമത്തെ ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയ. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനീഷണ എന്ന് പറഞ്ഞ അർത്ഥം എന്താ പ്രഭുജി? മനീഷ് മനീഷണ എന്ന്